ഷമൻ നിതിൻ അഗർവാൾ അദ്ദേഹം BSFിൻ്റെ ഡയറക്ടർ ജനറലാണ്. അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്, നീക്കിയിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന്. നല്ല കാര്യം. കേരള കേഡർ ഉദ്യോഗസ്ഥനാണല്ലോ അദ്ദേഹം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്? അദ്ദേഹത്തിന് ഈ ചുമതല ഏൽപ്പിച്ച ശേഷം വ്യാപകമായി രാജ്യാന്തര അതിർത്തിയിൽ നിന്നും ഇത്തരത്തിൽ നുഴഞ്ഞു കയറിയാണ് കശ്മീർ അടക്കമുള്ള മേഖലകളിൽ കയറി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേനയെ തന്നെ ഏകോപിപ്പിക്കാനുള്ള ശേഷിയില്ല. 2 BSF പ്രവർത്തിക്കുന്നത് മറ്റ് സേനകളെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് രണ്ടും ചെയ്യാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥനെയും ഡെപ്യൂട്ടി DG എടുത്തു കളഞ്ഞു. വൈബി ഖുറാനി എടുത്ത് അവർ മാറ്റി. നല്ല കാര്യം എന്നേ പറയാൻ പറ്റും. എത്ര സൈനികരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇവരല്ലേ അതിർത്തിയിൽ നിൽക്കുന്നത്, BSF അല്ലേ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലേ അതിർത്തിയിൽ നിൽക്കുന്നത്, അവരല്ലേ ശ്രദ്ധിക്കേണ്ടത്. അത് ഏൽപ്പിക്കാൻ ശേഷിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹം എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അദ്ദേഹത്തിന് വലിയ ചരിത്രമുണ്ട്. അഗർവാളിന് നിതിൻ അഗർവാളിന് വലിയ ചരിത്രമുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ITBP, SSB, സഹസ്ര സീമാ ബെല്ല്, ITP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിരുന്ന ആളാണ്. പിന്നെ CRPFിൻ്റെ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ആയിരുന്നു. ഈ ബീഹാറിലും ജാർഖണ്ഡിലുമൊക്കെ നക്സൽ മേഖലകളിൽ നക്സലുകളുമായിട്ട് ഏറ്റുമുട്ടിയ ചരിത്രമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് BSFിൽ പിഴച്ചു എന്ന് പറയുന്നത്, BSF ആണ് ഏറ്റവും പ്രധാനം. നമുക്ക് പലപ്പോഴും സൈന്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഈ സേനയെന്ന് പറയുന്നത് BSF ആണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അവരവിടുന്ന് എന്തെങ്കിലും പാളിച്ച അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് ഇവർ പുറത്തു നിന്നും കടന്നു കയറും. രാജ്യാന്തര അതിർത്തിയിൽ നിന്നൊക്കെയാണ് അപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കശ്മീരിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി നല്ലൊരു തീരുമാനമെന്നേ പറയാൻ പറ്റും. അദ്ദേഹം കേരള കേഡറിലെ 89 കേരള കേഡറിലെ ഉദ്യോഗസ്ഥനാണ്. DGP ആകേണ്ട ആളാണ്. കേരള DGP ആകേണ്ട ആളാണ്. ഷെയ്ഖ് ദർബേഷ് സാഹിബിനെ മുമ്പേ 2023 ജൂലൈ 1-ാം തീയതിയാണ് എൻ്റെ ഓർമ്മയിൽ ഷെയ്ഖ് ദർബേഷ് സാഹിബ് ഇവിടെ ഇവിടുത്തെ DGP ആകുന്നത്. പക്ഷേ അദ്ദേഹത്തെക്കാൾ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനും അദ്ദേഹത്തെക്കാൾ ഇത് ആകേണ്ട ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് കൊടുത്ത പാനലിൽ 1-ാം സ്ഥാനം നിതിൻ അഗർവാളിനായിരുന്നു. കേരള കേഡറിലിരിക്കുമ്പോൾ അദ്ദേഹം മികച്ച ഉദ്യോഗസ്ഥൻ എന്ന് പേരെടുത്ത ആളാണല്ലോ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പേര് പലയിടത്തും. പക്ഷേ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ യോജിപ്പിക്കാൻ അത് മാത്രം പോരാ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ യോജിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റ് സേനാ വിഭാഗങ്ങളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കേണ്ട ഒന്നാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അവരവിടെ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അവിടെ വീഴ്ച ഉണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ടാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ എടുത്ത് മാറ്റിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് DGP ആകും. കാര്യം ഷെയ്ഖ് ദർബേഷ് സാഹിബിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് കാലാവധി ഈ ജൂലൈ 31 അവസാനിച്ചതാണ്. 2024 ജൂലൈ 31 അദ്ദേഹം വിരമിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. 1 വർഷവും കൂടെ നീട്ടിക്കൊടുത്തു. അതായത് 2025 ജൂലൈ 31 വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ DGP സ്ഥാനത്തേക്ക് വരേണ്ടത് നീട്ടിക്കൊടുത്തതിനിടയിൽ അദ്ദേഹം എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞ് ഷെയ്ഖ് ദർബേഷ് സാഹിബ് സ്വന്തം ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിലും ഇപ്പോൾ ഇദ്ദേഹത്തെ കേരള കേഡറിലേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ് അവർ. ഇനി എന്തായാലും സേനയിലേക്ക് ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരില്ല. കാര്യം അത്തരത്തിലൊരു ഇത് വീണ് പോയ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ തിരിച്ചയച്ചു. ഇനിയിപ്പോൾ അവർ തിരിച്ചെടുക്കില്ല, അങ്ങോട്ടെടുക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തെ DGP ആക്കാൻ തീരുമാനമെടുത്ത് ഇവിടുന്ന് പാനൽ 1 എടുത്തിട്ട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയപ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് മുങ്ങിയ ആളാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം ഇവിടുന്ന് DGP ആകാൻ താല്പര്യമില്ല. ഇദ്ദേഹം അങ്ങ് നേരെ സെൻട്രലിൽ പോയി. സെൻട്രലിൽ നിന്ന് ജൂൺ 16-ാം തീയതി അദ്ദേഹം ഇവിടെ ജൂലൈ 1-ാം തീയതി നിയമനം നടക്കുന്നതിന് മുമ്പ് ജൂൺ 16-ാം തീയതി അദ്ദേഹം BSFിൻ്റെ ജനറലായി. അത്തരത്തിലുള്ള പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ കേരളത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇപ്പോൾ ഇവിടെ ഷെയ്ഖ് ദർബേഷ് സാഹിബിന് പകരം അദ്ദേഹത്തെ ഇനി DGP ആക്കേണ്ടി വരും. ഇവിടുന്ന് അയച്ച പാനൽ ഇതായിരുന്നു. 1 ഷെയ്ഖ് ദർബേഷ്, 1-ാമത്തെ നിതിൻ അഗർവാൾ, പിന്നെ 2 ഷെയ്ഖ് ദർബേഷ് സാഹിബ്, പിന്നെ TK വിനോദ് കുമാർ പോയി. അദ്ദേഹം വിദേശത്ത് പോയി, സർവീസ് രാജിവെച്ച്. സർവീസ് ഇനി 3 വർഷം അമേരിക്കയിലേക്ക് പോയി. അതെ അദ്ദേഹത്തിന് 3 വർഷം സർവീസ് ഉണ്ടായിരുന്നു. പിന്നീട് സർവീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം
ഇവിടുത്തെ ഏറ്റവും മികച്ച ഇന്റലിജൻസിന്റെ ADGP ആണ്. അതെ അതെ TK വിനോദ് കുമാർ ഇരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പോലീസ് ഇവിടെ എന്താ പറയാ, ഈ നാട്ടിൽ അനങ്ങുന്നത് പുള്ളി അറിയും, ഇന്റലിജൻസ് അറിയും, അത്ര ശക്തമായിരുന്നു. അദ്ദേഹത്തെ ഇന്റലിജൻസിന്റെ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷമാണ് വലിയ കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടായി തുടങ്ങിയത്. അദ്ദേഹത്തെ എടുത്ത് കോസ്റ്റൽ പോലീസിന്റെ ഹെഡിൽ കൊണ്ടിട്ട് കൊടുത്തു, ചുമതല കോസ്റ്റൽ പോലീസിൽ കൊണ്ടിട്ട് കൊടുത്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത്രയും കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുപോയി ഒതുക്കാൻ വേണ്ടി കൊണ്ടിട്ടതാണ്. കാര്യം പുള്ളി ഇന്റലിജൻസ് ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ പലരെയും പിടിച്ചത്. ഈ പച്ച വെളിച്ചം പോലീസുകാരെയൊക്കെ പൊക്കിയത്, പച്ച വെളിച്ചം പോലീസുകാരെയൊക്കെ തൂക്കിയത് അദ്ദേഹത്തിന്റെ പരിപാടി ഇതാണ്. അദ്ദേഹം ഇരുന്ന സമയത്താണ് പോലീസിനകത്ത് ഇങ്ങനെയുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. അപ്പം അദ്ദേഹം പോയി. പിന്നീട് സഞ്ജീവ് കുമാർ ജോഷി, ജോഷി, പിന്നെ യോഗേഷ് ഗുപ്ത, പിന്നെ ഹരിനാഥ് മിശ്ര, റവാഡ് ചന്ദ്രശേഖർ, ഇത്രയും പേരാണ് ഇവർ കൊടുത്ത ലിസ്റ്റിലുള്ളത്. ആദ്യത്തെ പേരുകാരൻ മുങ്ങി, രണ്ടാമത്തെ പേരുകാരന് നമ്പർ വീണു. അപ്പോൾ ആ രണ്ടാമത്തെ പേരുകാരന് വീണിട്ടും രണ്ടാമത്തെ പേരുകാരൻ ഇവിടെ പിന്നെ ഈ കഴിഞ്ഞ ജൂലൈ 31-ാം തീയതി അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇത് പുതുക്കി കൊടുത്തത്. ഒരു വർഷം കൂടെ കാലാവധി നീട്ടിയതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വാർത്ത പുറത്തു വന്നു. ഭൂമി ഇടപാടിൽ അദ്ദേഹം ഇടപെട്ടു എന്നുള്ള കോടതിയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നു. അത് IPS ലോബിയുടെ കളിയാണ്. അത് ഇവര് തമ്മിൽ പിന്നാലെയാണ് റിപ്പോർട്ട്. ഇതിനുശേഷം ഇതിന് കാലാവധി നീട്ടിയതിന് പിന്നെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പണിയെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നുള്ള വാസ്തവമാണ്. അദ്ദേഹത്തിന് ഇതുപോലെ പൈസ മേടിച്ചു, ഭൂമി കൊടുത്തില്ല, ഇതൊക്കെ സത്യമാണ്. പക്ഷെ അതുവരെ മറഞ്ഞിരുന്ന സാധനമാണ്. അതുവരെ ഈ സംഭവം മറഞ്ഞിരുന്നതാണ്. ആ മറഞ്ഞിരുന്ന സാധനം നിമിഷ നേരം കൊണ്ട് പുറത്തേക്ക് തട്ടി വിട്ടുകൊടുത്തു ഇവർ. അപ്പൊ ഇവർക്കിടയിൽ ഇങ്ങനെയുള്ള എന്താ പറയാ, ഈഗോ ക്ലാഷ് ഭയങ്കരമായിട്ട് ഇവർക്കിടയിൽ ഉണ്ട്. ഈ IPS ഉദ്യോഗസ്ഥർക്കിടയിൽ ഇവർക്ക് പലർക്കും DGP ആകാൻ താല്പര്യമുള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഒരു സമയത്ത് TP സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും തമ്മിൽ ഒരു വടംവലി ഈ കാര്യത്തിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. ഈ കേരളത്തിലെ DGP ആകാൻ ഇവരിൽ കുറേ പേർക്ക് താല്പര്യമുണ്ട്, എന്നാൽ ചിലർക്ക് ഒട്ടും താല്പര്യമില്ല ഈ DGP ആയിട്ടിരിക്കും. കേരളത്തിലെ DGP അതിന് കിട്ടുന്ന ഒരു പ്രത്യേക വിലയുണ്ടല്ലോ. പക്ഷെ ഇതെല്ലാം ഉത്തരേന്ത്യക്കാരെ എവിടെ ഇരിക്കുന്നത്, കേരള കേഡറിൽ ഇരിക്കുന്നത്. അവർക്ക് അവിടെ വിലയില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിരിക്കും. അവർക്ക് ഇവിടെ കേരള കേഡർ കിട്ടിയതുകൊണ്ട് അവർ അല്ല ഞാൻ പറഞ്ഞേ, ഇവിടെ അവരുടെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ലോബി ഇവരെ ഒന്നും അംഗീകരിക്കത്തില്ല. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ കുറച്ചുകൂടെ പോലീസ് ഉദ്യോഗസ്ഥരെ മാനിക്കുന്ന രാഷ്ട്രീയക്കാരാണുള്ളത്. ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് ശേഷം എത്ര DGP ഇവിടുത്തെ കേരളത്തിന് അറിയാം? അതാണ് ഷേഖ് ദർബേഷ് സാഹിബാണ് ഇവിടുത്തെ DGP എന്ന് പൊതുജനം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഭൂമി പലരും അൽകാന്താണ്, അതിന് തൊട്ട് അൽകാന്താണെന്ന് പോലും ആർക്കറിയില്ല. അൽകാന്ത് DGP ആയി വന്നതും പോയതും പോലും ഇവിടെ ആരും പറഞ്ഞില്ല. മാറിയെന്നല്ല, അദ്ദേഹം ഇവിടെ DGP ആയിരുന്നെന്ന് പോലും പലരുടെയും വിചാരം ലോക്നാഥ് ബെഹ്റയാണ് ഇപ്പോഴും DGP എന്നുള്ള ധാരണയിലാണ് പല സാധാരണക്കാരും ഇരിക്കുന്നത്. ലോക്നാഥ് ബെഹ്റ മാറിപ്പോയത് പോലും അറിഞ്ഞിട്ടില്ല. ഈ അൽകാന്ത് എന്ന് പറഞ്ഞ അദ്ദേഹം വിജിലൻസിന്റെ ഡയറക്ടർ സ്ഥാനത്ത് വന്നു, അതിനുശേഷം DGP സ്ഥാനത്ത് വന്നു, അദ്ദേഹം പോയി. ഈ ഷേഖ് ദർബേഷ് സാഹിബ് വരുന്നത് ഇവിടെ നിന്നാണ്. ഫയർഫോഴ്സിന്റെ മേധാവിയായിരുന്നു അദ്ദേഹം. അവിടെ നിന്നാണ് DGP സ്ഥാനത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിനെ ഈ ഇദ്ദേഹത്തെ, അതായത് നിതിൻ അഗർവാളിനെ BSFന്റെ 31ാമത്തെ ജനറലായിട്ടാണ് നിയമിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പ് പങ്കജ് കുമാർ സിംഗ് ആയിരുന്നു, അദ്ദേഹമായിരുന്നു ഇരുന്നത്. അതിനുശേഷം 6 മാസം ആ പോസ്റ്റിൽ ആരുമില്ലായിരുന്നു. 2022 ഡിസംബർ മുതൽ പങ്കജ് കുമാർ സിംഗ് പോകുന്നത് 2022 ഡിസംബറിലാണ്. അന്ന് മുതൽ ജൂൺ വരെയും ആ സ്ഥാനത്ത് ആരുമില്ലായിരുന്നു. പക്ഷെ ആരും നുഴഞ്ഞു കയറിയില്ല. നുഴഞ്ഞുകയറ്റക്കാരും ഇല്ലായിരുന്നു. BSFന്റെ അതിർത്തി ലംഘിച്ചുകൊണ്ട് BSF വരെ കടന്നുകൊണ്ട് ഇവിടെ കാര്യം കടന്നു വന്നില്ല. പക്ഷേ 6 മാസം ആരുമില്ലായിരുന്നപ്പോൾ ഇല്ലാത്ത പ്രശ്നമാണ് ഇദ്ദേഹം വന്ന ശേഷം. നിരന്തരം ഈ പറഞ്ഞ ഏറ്റവും തീവ്രവാദ നിരന്തരം ഉണ്ടാകും. അത് പ്രത്യേകിച്ചും ഈ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് കശ്മീരിൽ നിന്ന് ജമ്മുവിലേക്ക് ഇത് മാറുന്നു. കശ്മീരിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ജമ്മുവിലേക്ക് മാറും. ജമ്മു എന്ന് പറയുന്നത് കിഴക്കാൻ തൂക്കായിട്ടുള്ള ഒരു പ്രത്യേക മേഖലയാണ്. അവിടെ വന്ന് ഇവർ അടിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സമ്മിശ്രമായി കിടക്കുകയാണ് ജനങ്ങൾ, ഭിന്ന വിഭാഗങ്ങൾ കിടക്കുകയാണ്. അവിടെ കൂടുതലും ഹിന്ദുക്കളുമുണ്ട് ആ ഒരു മേഖലയിൽ. അപ്പം അവിടെ വന്ന് ഇവർ അടിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും പഴയ പോലെ ഈ കമ്മ്യൂണിറ്റി ബേസ് ആയിട്ട് ഇവർ രണ്ടായിട്ട് തിരിയും. ഒരു ഭാഗത്ത് കൊല നടത്തുകയും മറ്റൊരു ഭാഗത്തെ സേവ് ചെയ്യുകയും ചെയ്യുമ്പോൾ മറ്റവർക്ക് വരുന്നവരുടെ ആവശ്യം അതാണ്.
ആ, ഇവരെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇപ്പുറത്ത് ഉള്ളവർ മരിക്കുന്നു, അപ്പുറത്തുള്ളവർ രക്ഷപ്പെടുന്നു. അത് സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഈ കമ്മ്യൂണിറ്റി ബേസ് ആയിട്ട് ഇത് രണ്ടായിട്ട് തിരിക്കപ്പെടും. അതാണ് അവരുടെയും ലക്ഷ്യം. അപ്പോൾ ആത്യന്തികമായി അവരിവിടെ വരുന്നതും ഇതിനാണ്, ഇവിടെ ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ്. അതിനുള്ള അവസരം BSF ആയിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെ അവരുടെ ജവാന്മാർ പിന്നെ മനഃപൂർവ്വം എന്നല്ല, അവരെ ഏകോപിപ്പിക്കുന്നതിൻ്റെ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. ഏകോപിപ്പിച്ച് നിർത്തുവാൻ പിന്നെ ഉള്ള സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. ഇദ്ദേഹം താഴേക്ക് കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ചാണ് പിന്നീടുള്ള പിന്നെ ഇത് അവരുടെ ഈ ശൃംഖല പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇങ്ങ് താഴോട്ട് ചെയിൻ പോലെ ഈ നിർദ്ദേശങ്ങൾ വരികയും അത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കേന്ദ്രം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിന് സൈന്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇദ്ദേഹം ഒരു വഴിക്ക് പോകുന്നു, സൈന്യം വേറൊരു വഴിക്ക് പോകുന്നു എന്നുള്ളൊരു രീതി അവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ പറയുന്നതല്ല, NDTV അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ സാധനമാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന നടപടിയായിപ്പോയി കേന്ദ്രത്തിൻ്റെ. അങ്ങനെ സാധാരണ ഇത് ചെയ്യാറില്ല. BSFന്റെ മേധാവിയെ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് സാധാരണ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇത് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഇദ്ദേഹം ഇവിടെ വരും, ഇദ്ദേഹം ഇവിടുത്തെ DGP ആയിട്ട് മാറും. അപ്പോൾ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ ഈ അടുത്ത DGP കുപ്പായം തയ്പ്പിച്ചിരിക്കുന്നവർക്കൊക്കെ ഇത് വലിയ അടിയാണ്. ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ കഥകളെല്ലാം കൂടെ മറ്റേ ടീമുകൾ എടുത്ത് പുറത്തിട്ട് കൊടുക്കും. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.